സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചില ആളുകൾക്ക് ഒട്ടും തന്നെ അത് ഇഷ്ടമല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് മുഴങ്കാൽ മടക്കി എന്നാൽ എന്താണെന്ന് ആളുകൾ ചോദിച്ചേക്കാം. എന്താണ്? എത്ര പേർക്കറിയാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന എല്ലാവർക്കും അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ശീലമാണ്. അത് എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും, താഴെ മണലിന്മേൽ ഇരിക്കുകയാണെങ്കിലും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിംഗിൽ എല്ലാവരും തന്നെ അങ്ങനെ പ്രാർത്ഥിക്കും. 60,000 70,000 ആളുകൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ കഴിയുമെന്ന് എത്രയോ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ പശ്ചാത്തപിക്കുമായിരുന്നു. മുഴങ്കാലിലുള്ള പ്രാർത്ഥന മറക്കരുത്. നിങ്ങൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമില്ല എങ്കിൽ, നിങ്ങൾ ആ കസേര മുൻപോട്ട് നീക്കിവെച്ചിട്ട് കസാരയുടെ മേൽ കൈവച്ചിട്ട് അവിടെ മുഴങ്കാൽ മടക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കട്ടിലിന്റെ വശത്ത് താഴെ ഇരുന്നു കൊണ്ട് കട്ടിലിന്മേൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. യേശു കർത്താവായിട്ടും മുഴങ്കാൽ മടക്കി നോക്കൂ. അവൻ ലോകരക്ഷകനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ കർത്താവ് അവൻ ജഡശരീരത്തിൽ ആയിരുന്നതായ സമയത്തും കണ്ണുനീരോടുകൂടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് ഞെട്ടി വിറയ്ക്കും. നീ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതായ ഏകാഗ്രത, നീ കസേരയിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, യേശുവേ. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് കതക് ലോക്ക് ചെയ്തായിരുന്നോ ഇല്ലയോ? അയ്യോ, വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ പട്ടിയൊക്കെ കയറുവാനിടയാകും. കറിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അയ്യോ, അത് പട്ടി തിന്നുമായിരിക്കുമോ? വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് കറിക്ക് സാധനം വാങ്ങണം. ഇതാണോ പ്രാർത്ഥന? എന്താണ്? പ്രാർത്ഥന ആരംഭിക്കുന്ന സമയത്ത് ചിലരുടെ മനസ്സാണെങ്കിൽ എവിടെയൊക്കെയോ യാത്ര ചെയ്യാനിടയാകും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഉറക്കെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോവുകയില്ല. നിങ്ങൾക്കപ്പോൾ മറ്റ് ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പൗലോസ് വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഏതവസ്ഥയിലും അവൻ പ്രാർത്ഥിച്ചിരുന്നു. അവനെ ജനമെല്ലാം ഒരുപാട് ഉപദ്രവിച്ച്, ദണ്ഡിപ്പിച്ച്, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ നമ്മളായിരുന്നെങ്കിൽ അയ്യോ കർത്താവേ എന്ന് കരയും. അവരെന്താണ് ചെയ്തത്? പാട്ടുകൾ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചതായ സമയത്ത് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകി. അതായിരുന്നു പ്രാർത്ഥന. ഇന്ന് പിശാചിനെ കണ്ടുകൊണ്ട് നാം പേടിക്കുകയാണ് ചെയ്യുന്നത്. നാം മുഴങ്കാലിൽ നിന്നാൽ അവൻ ഞെട്ടിവിറയ്ക്കാനിടയാകും. പൗലോസ് സകല സാഹചര്യങ്ങളും നേരിടുവാനിടയായി. അവൻ എല്ലാ പ്രതികൂലത്തെയും തരണം ചെയ്ത് മുൻപോട്ട് പോയതിന്റെ കാരണം മുഴങ്കാലിലുള്ള പ്രാർത്ഥനയായിരുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി. അവൻ സഭയ്ക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയായി. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഏത് ശക്തിയാണ്? നിങ്ങളുടെ ശരീരം സുഖമായിരിക്കണം, ശരീരത്തിലുള്ളതായ രോഗങ്ങൾ മാറണം, ബലഹീനതകൾ അഴിഞ്ഞു പോകണം. ഇതാണ് ഇന്നുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥന. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന, നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് നീ ആത്മീയ ശക്തി പ്രാപിക്കുവാൻ. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ശരീരത്തെ നമുക്ക് അനുസരിപ്പിക്കാൻ കഴിയും. ശരീര ഇച്ഛകളെ ജയിക്കാൻ കഴിയും. ലോകത്തിന്റെ മോഹത്തെ ജയിക്കാൻ കഴിയും. പിശാചിനെ ജയിക്കുവാൻ കഴിയും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും. കർത്താവ് എവിടെയാണ് വസിക്കുന്നത്? എവിടെയാണ് യേശുക്രിസ്തു ഉള്ളത്? റുമേനിയ എന്ന രാജ്യത്ത് യേശുക്രിസ്തു ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെയായിരുന്നതായ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഒരു നല്ല റോസാപുഷ്പം കൊണ്ടുവന്ന് ആ കാരാഗൃഹത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നെൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്, ഈ റോസാപുഷ്പം എനിക്ക് കൊടുക്കണം അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെടാനിടയായി. മിണ്ടരുതെന്ന് പറഞ്ഞു. എന്താണ് അങ്കിൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത്?
യേശു വലിയ ദൈവമാണ്, സ്നേഹവാനാണ്. എവിടെയാണ് യേശു ഉള്ളത്? എവിടെയാണ് ദൈവമുള്ളത്? എവിടെയാണ് യേശു? അയ്യോ, എന്താണെങ്കിൽ ഇതുപോലും അറിയില്ലേ? യേശു എൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. എവിടെയാണുള്ളത്? ഇതുപോലും അറിയില്ലേ നിങ്ങൾക്ക്? യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതായ ദൈവമാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടോ? നിന്റെ ഹൃദയം വിശുദ്ധി അല്ല എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയില്ല. നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ നീ ക്ഷണിച്ചില്ലെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരികയില്ല. ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരും. തുറന്നില്ലെങ്കിൽ വാതിൽ പൊളിച്ചു വരുമെന്നുണ്ടോ? വാതിൽ തുറന്നില്ല ഞാൻ തല്ലുമെന്നുണ്ടോ? നീ തുറക്കൂ എൻ്റെ മകനേ, നിന്റെ വാതിൽ തുറക്കൂ. ആ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വാതിൽക്കൽ യേശു നിൽക്കുന്നതായിട്ട്. കയ്യിലൊരു റാന്തൽ വിളക്കുണ്ട്. ആ വാതിൽപ്പടി നോക്കുമ്പോൾ അതിന്റെ മുകളിൽ കുറെ വള്ളികൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കാണാം. അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് ദിവസങ്ങളായിട്ട്, ഒരുപാട് വർഷങ്ങൾ ആയിട്ട് രാത്രിയും പകലും നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിന്റെ വയസ്സ് എത്രയാണ്? അത്രയും വർഷങ്ങളായിട്ട് അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തട്ടുന്നു. എന്നാൽ നീ അത് തുറന്നില്ല. വാതിൽ തുറന്നു കൊടുത്താൽ നീ ഭാഗ്യവാനാണ്. എൻ്റെ ഹൃദയത്തിലെ വാതിൽ ഞാൻ 18-ാമത്തെ വയസ്സിൽ കർത്താവിനെ തുറന്നു. എൻ്റെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തിന്റെ എല്ലാം കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നതാണ്. കർത്താവില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നതാകട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതാകട്ടെ എനിക്ക് അസാധ്യമാണ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സ്നേഹിതർ അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി മരിച്ചു പോകുവാനിടയായി. എന്നാൽ ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ടാണ്. എന്നെ അവൻ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ്. കൈയടിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാകില്ല. നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? എങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകും. കർത്താവ് ഹൃദയത്തിൽ ഉള്ളവർ, കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നവർ മാത്രം കൈകളടിക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തിലല്ലേ വസിക്കുന്ന? ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി പോകുമല്ലോ. സാധാരണക്കാരായ ഞങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസിക്കുമോ എന്ന് ചോദിക്കുമോ? അവൻ എവിടെയാണെങ്കിലും അവൻ ലോകത്തിൽ ജഡശരീരത്തിൽ ആയിരുന്ന സമയത്ത് ഗലീലയിലാണെങ്കിൽ നസ്രയത്തിൽ കാണില്ലായിരുന്നു, നസ്രയത്തിലാണെങ്കിൽ യെരൂശലേമിൽ കാണില്ലായിരുന്നു. അവൻ ശരീരത്തിൽ ആയിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ ആത്മസ്വരൂപൻ ആയിരിക്കുന്നത് കൊണ്ട് എവിടെയാണെങ്കിലും എത്ര ആളുകളിലും അവന് ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടായി സകല മനുഷ്യരുടെയും പാവപരിഹാരത്തിനായി അവൻ അറുക്കപ്പെട്ടത്. അവൻ ഒറ്റ പ്രാവശ്യമായി ക്രൂശിൽ ബലിയായി തീരുവാനിടയായത്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കേണ്ടതിന്. ഒരു കലണ്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. യേശുക്രിസ്തു എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. യേശുവിന്റെ ഫോട്ടോ ഒരു ചിത്രകാരന്റെ ഭാവന മാത്രമാണ്. ആ കാലത്ത് യേശുവിന്റെ ചിത്രം ആരും എടുത്തിട്ടില്ല. അന്ന് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്നാൽ ആ കാലത്ത് ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. ആരും അവന്റെ ഫോട്ടോ എടുക്കുവാനിടയായില്ല. അവന്റെ മുഖത്തിന്റെ ആകൃതി ഏകദേശം ആകൃതി അനുസരിച്ച്, ആൾക്കാരുടെ ഊഹം അനുസരിച്ച്, ആ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ രൂപങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി. അവൻ നല്ല ഉയരമുള്ള വ്യക്തിയായിരുന്നു. 6 അടി ഉയരമുള്ളവനായിരുന്നു. അവന് വിശാലമായ നെറ്റിത്തടം ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നീല നിറമായിരുന്നു. അവന് നീളമുള്ള മുടിയുണ്ടായിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കി ചില ആളുകൾ ചിത്രീകരിച്ചു. അതല്ലാതെ ഇന്നുള്ള സിനിമാ നടന്മാര് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ആക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ പാട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാണിക്കുമ്പോൾ ഈ ആക്ടറിന്റെ മുഖം കാണിക്കുന്നത് കൊണ്ട് ഇവനാണ് യേശു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരു ആക്ടറിനും യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ കാണിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ മക്കൾക്ക് അവന്റെ സ്വഭാവവും സ്നേഹവും ഒക്കെ കാണിക്കുവാൻ കഴിയും, എന്നാൽ അവന്റെ രൂപത്തെ കാണിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ, അതുപോലെ അവൻ തന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന്. എപ്പോഴും ഓർക്കുക, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്തെന്നാൽ അല്പസ്വല്പം കൊടുക്കുന്ന ദൈവമല്ല അവൻ. ഒരു റേഷൻ പോലെ. നമുക്കറിയാം, റേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മതിയാകുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതുപോലെയല്ല അവൻ കൊടുക്കുന്നവൻ. ധാരാളമായി കൊടുക്കുന്നവനാണ്. നാം ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നൽകുന്നവനാണ് അവൻ. തൻ്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം നമുക്ക് നൽകുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യം നോക്കിയല്ല, അവൻ്റെ മഹത്വം നോക്കിയാണ് അവൻ തരുന്നത്. വലിയ ആളുകളുടെ വിവാഹം നടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊക്കെ ചെയ്യുമെന്ന്? അവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാൻ ഒരുപാട് ചിലവ് വഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇടയാകും.
എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, മഹത്വമുള്ള ദൈവം, അവനോട് ചോദിക്കുന്നവർക്ക്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം പൂർണ്ണനാകുന്ന ദൈവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പൗർണമി സമയത്ത് ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനായിട്ട് വലിയ പ്രകാശം നൽകുന്നത് കാണാം. സമ്പൂർണൻ. എന്നിൽ പാപമുണ്ടെന്ന് ആർക്ക് ബോധിപ്പിക്കുവാൻ കഴിയും? ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. പാപമില്ലാത്തവനായിരുന്നു, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, പരിശുദ്ധനാണ്, ആദിയും അന്ത്യനുമായവൻ. യേശുക്രിസ്തുവിനെ കുറ്റം വിധിക്കുന്നതിനായി, യേശുക്രിസ്തുവിനെ പഴി പറയുന്നതിനായി, ബൈബിളിനെ കുറ്റം വിധിക്കാനായി, യേശുക്രിസ്തുവിനെ പരിഹസിക്കാനായി തലമുറയിലുള്ള അനേകം ആളുകൾ പല പല കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടുന്നുമൊക്കെ ചെയ്യാറുണ്ട്. പല പല രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ സൂര്യനിൽ ഒരു മറുക് കാണിക്കുവാൻ കഴിയുമോ നിങ്ങൾക്ക്? സൂര്യപ്രകാശത്തിൽ നിങ്ങൾക്കൊരു കറുപ്പ് കാണിക്കാൻ ഒരു പക്ഷെ കഴിയുമായിരിക്കും. എന്നാൽ സമ്പൂർണനായിരിക്കുന്ന കർത്താവ്, തേജോമയനായിരിക്കുന്ന കർത്താവിൽ ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. നാം അവന്റെ മക്കൾ ആയിരിക്കുമ്പോൾ, അവനിൽ നാം വിശ്വസിക്കുന്നവർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? അതല്ല, സമ്പൂർണനായ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? അപൂർണരായിരിക്കണമോ? വലിയ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? ദരിദ്രന്മാരായിരിക്കണമോ? ക്രിസ്ത്യാനികൾ എന്നു നാം പറയുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ നമ്മിൽ കാണുകയേ ഇല്ല. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ഐക്യത ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എത്ര ആളുകളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? നിങ്ങൾ കൈ ഉയർത്താമോ? ഒരു സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ സമയം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടയ്ക്കാണ് നിർത്തിയതെന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പതിയെ പതിയെ പ്രാർത്ഥന നിന്നുപോകും. അതുകൊണ്ട് വീണ്ടും ആരംഭിക്കണം. ഈ ദിവസം മുതൽ ആരംഭിക്കൂ. 2 പേർ ഉണ്ടായാൽ കുടുംബമാണ്. എവിടെയാണ് 2 3 പേർ കൂടിയാൽ? ചില സമയത്ത് നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം വരില്ലായിരിക്കാം, ഭാര്യ നിന്നോടൊപ്പം വരില്ലായിരിക്കാം. നീ ഒറ്റയ്ക്കാണെങ്കിലും ഇരിക്കൂ. നീ ഒരുവനുണ്ടെങ്കിൽ ദേശത്തെ നന്നാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ കുടുംബത്തെ നന്നാക്കില്ലേ? ഒരാൾ നിലനിന്നാൽ മതി, ഒരാൾ എൻ്റെ നാമത്തിൽ നിന്നാൽ മതി. എന്താണ്? മൂലക്കല്ലായി. എത്ര മൂലക്കല്ലാണ് ഇടുന്നത്? ഒറ്റക്കല്ല് മതി. ആ ഒറ്റക്കല്ലുകൊണ്ട് അതിനുമേൽ ബിൽഡിംഗ് കെട്ടുവാൻ കഴിയും. അതുപോലെ നീ ഒരുവനായി പ്രാർത്ഥിക്കൂ. നിന്റെ ഭാര്യ നിന്നോടൊപ്പം വരാനിടയാകും, നിന്റെ കുഞ്ഞുങ്ങൾ വരാനിടയാകും, നിന്റെ അച്ഛനും അമ്മയും വരാനിടയാകും. നിങ്ങൾ 2 പേർ ചേർന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഓരോരുത്തരും കൂടി വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടാനിടയാകും. 7 വർഷമായി എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം താമസിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയിരിക്കുന്നു, 3 മാസമായി കാര്യം ഞാൻ പറയുന്നു. ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ 3 നിമിഷം പോലും പിശാച് നിങ്ങളിൽ പ്രവർത്തിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിൻ്റെ വേലിയുള്ളപ്പോൾ പിശാചിനവിടെ കയറുവാൻ കഴിയില്ല എന്നോർക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. എല്ലാ കുടുംബത്തിലും ക്രിസ്തുവിന് 1-ാം സ്ഥാനമുണ്ടാകുവാൻ നീ സഹായിക്കണമേ. പിശാചിനെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരിടത്തിലും ഒരു സ്ഥാനവുമില്ലാതെ പിശാചിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വെളിയിലാക്കുന്നതിനായി കർത്താവെ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് തിരുരക്തത്താൽ ശുദ്ധീകരിക്കുകയാണ് പിതാവേ. ജയജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ